ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. അടുത്തായിട്ട് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ 3 കൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ്. 3 കൺസെപ്റ്റ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഗിവ് റൈസ് ടു ദി 3 കൺസെപ്റ്റ്സ്. ഫസ്റ്റ് വൺ TP or TPP, second one AP or APP, third one MP or MPP. TP എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോഡക്റ്റ് എന്നാണ് അർത്ഥം. ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഉൽപ്പന്നം. ടോട്ടൽ പ്രോഡക്റ്റ് റെഫേഴ്സ് ടു ദി ടോട്ടൽ ഔട്ട്പുട്ട് അറ്റ് എ പർട്ടിക്കുലർ ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് എ വേരിയബിൾ ഇൻപുട്ട് കെപ്റ്റ് ഓൾ അതർ ഇൻപുട്സ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. മറ്റ് ഇൻപുട്ടുകൾ, മറ്റ് നിവേശങ്ങളൊക്കെ സ്ഥിരമാക്കി നിർത്തിക്കൊണ്ട് ഒരു പർട്ടിക്കുലർ ലെവലിലുള്ള എംപ്ലോയ്മെന്റിൽ നിന്നും അതുപോലെ തന്നെ വേരിയബിൾ ഇൻപുട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മൊത്തം ഉൽപ്പന്നത്തെയാണ് ടോട്ടൽ പ്രോഡക്റ്റ്, മൊത്തം ഉൽപ്പന്നം എന്ന് നമ്മൾ വിളിക്കുന്നത്. ടോട്ടൽ ഔട്ട്പുട്ടിനെ, മൊത്തം ഉൽപ്പന്നത്തെ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആവറേജ് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ്. ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി ഉൽപ്പന്നം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആവറേജ് പ്രോഡക്റ്റ് റെഫേഴ്സ് ടു ദി average product arising from the one variable input. ഒരു വേരിയബിൾ ഇൻപുട്ടിൽ നിന്ന് ലഭിക്കുന്ന ശരാശരി ഉൽപ്പന്നത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ആവറേജ് പ്രോഡക്റ്റിൽ കാണുന്നത്. അപ്പോൾ ആവറേജ് പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടോട്ടൽ ഔട്ട്പുട്ടിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് നമ്മൾ ലേബറോ ക്യാപിറ്റലോ, അതാണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നതാണ് എന്ത്? ആവറേജ് പ്രോഡക്റ്റ്. TP ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് AP വിളിക്കുന്ന മറ്റൊരു പേരാണ് APP. അടുത്തത് MP. എന്ന് പറഞ്ഞാൽ മാർജിൻ പ്രോഡക്റ്റ്, അതായത് സീമാന്ത ഉൽപ്പന്നം. മാർജിൻ ബേസിക് പ്രോഡക്റ്റ് എന്നും അതിനെ വിളിക്കുന്നു, അതായത് സീമാന്ത ഭൗതിക ഉൽപ്പന്നം. അപ്പോൾ എന്താണ് MP എന്ന് നോക്കാം. MP റെഫേഴ്സ് ടു ദി അഡീഷൻ ടു ദി ടോട്ടൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റില് അഡീഷണൽ ആയിട്ട് വരുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മളിവിടെ മാർജിൻ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് 3നും നമുക്കൊരു ഡയഗ്രാം ടേബിളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ.